എല്ലാവരും ഒരു ഭക്ഷണം കഴിച്ച മക്കള് മാത്രോട്ടാ, ഭക്ഷണം കഴിക്കാത്തവരാരും. അപ്പൊ എന്റെ സ്വന്തം കുഞ്ഞുമക്കളെ അപ്പൊ കോൾബിഞ്ചേട്ട് സെറ്റ് ചെയ്യാൻ പോണ മക്കളെ നല്ല കിടിലൻ കിടക്കാച്ചി നല്ല വേറെ ലെവല് പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ മക്കളെല്ലാവരും വരും നമുക്കൊരു നല്ല കിടിലൻ കിടക്കാച്ചി വേറെ ലെവല് ദോശ ഇങ്ങോട്ട് സെറ്റ് ചെയ്യാ. എന്റെ മക്കളൊക്കെ ഭക്ഷണം കഴിച്ചെന്ന് കേട്ടാ അത് സന്തോഷം. കിടക്കാച്ചി വേറെ ലെവല് ദോശ തന്നെ അങ്ങോട്ട് റെഡിയാക്കാം. എന്റെ മക്കളില്ലാതെ ഇത് ദോശ. അപ്പൊ പോയി എന്റെ മക്കളെല്ലാവരും പോര്, ഭക്ഷണം കഴിച്ച മക്കള് മാത്രോട്ടാ, ഭക്ഷണം കഴിക്കാത്തവരാരും വരണ്ട. അപ്പൊ എന്റെ മക്കളെ കോൾബിഞ്ചേട്ടന് ഈ വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഫുള്ള് വീഡിയോ ഇട്ടിട്ടില്ല. അപ്പൊ ഇത് ഫുള്ള് വീഡിയോ കേട്ടാ. പഴുത്ത മാങ്ങ മക്കളെ, എങ്ങനത്തെ മാങ്ങ വേണമെന്നറിയോ? ശരിക്കും നല്ല തൊലിയൊക്കെ ചെത്തിയെടുത്ത് നല്ല കിടിലനാക്കി നല്ല പൊളപ്പനാക്കി അങ്ങോട്ട് എടുക്കണം മക്കളെ. നല്ല അടിപൊളി പഴുത്ത മാങ്ങ തന്നെ വേണം കേട്ടോ, നല്ല മധുരമുള്ളത് തന്നെ വേണം. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ മക്കളെ, വേറെ ലെവല് ടേസ്റ്റ് ആയിരിക്കുള്ളൂ. കോൾബിഞ്ചേട്ടന് അപ്പം ഇനി ഒരു പ്രാവശ്യവും കൂടി ഇത് ഉണ്ടാക്കണം, അത്രക്ക് ടേസ്റ്റ് ആയിരുന്നു ഈ സാധനം. എൻ്റെ മക്കളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്യുന്നില്ലെങ്കിൽ വൻ നഷ്ടം കേട്ടോ മക്കളെ. എന്തായാലും ട്രൈ ചെയ്തേ പറ്റുള്ളൂ, നല്ല മധുരമുള്ള ഗ്യാരണ്ടി. അപ്പോൾ കോൾബിഞ്ചേട്ടൻ്റെ ബാഡ് കമൻറ്റ് ഇടുന്നവരും വീഡിയോ കണ്ട് ഇവന് പ്രാന്താണെന്നൊക്കെ വിചാരിക്കണവരും, കുരുകൊട്ടണവരും, കുരുവൊന്നും ഇട്ടിട്ടൊരു കാര്യമില്ല. ഇതുണ്ടോ ഈ മാങ്ങാൻ്റെ കൂടെ അങ്ങോട്ട് പോയിക്കോ, അത്രേ പറയാനുള്ളു. അപ്പൊ അധികം വലിയ പരിപാടിയൊന്നുമില്ല. പഴുത്ത മാങ്ങ എടുക്കുക, അതിനകത്തോട്ട് നല്ല റവ ഇട്ട് കൊടുക്കുക, പച്ച വെള്ളം അങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് ഒഴിക്കുക, ഉപ്പിടുക, ശർക്കര വേണം കേട്ടോ. കോൾബിഞ്ചേട്ടൻ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ശർക്കര ഇട്ടിട്ടില്ല. ശർക്കരയും കൂടിയിട്ട് നല്ല പോലെ അങ്ങോട്ട് തിരുമ, എന്നിട്ട് ഇത്തിരി ഏലക്കയും കൂടി പൊടിച്ച് അങ്ങോട്ട് ഇടുക. എന്നിട്ട് ഇത് കണ്ട മിക്സിയുടെ ജാറിലിട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കുക. ഏലക്ക മിക്സിയിലിട്ട് അടിക്കണതിന് മുന്നേ ഇടുക, ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇടുക കേട്ടോ. ഇത് കണ്ട നല്ല അടിപൊളിയായിട്ട് കുറുക്ക് പോലെ കിട്ടും മക്കളെ, വേറെ ലെവലാണ്. എന്നിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് എണ്ണ അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് നിരത്താം മക്കളെ. എന്നിട്ട് നമ്മൾ അടിച്ച് വെച്ചേക്കണത് അങ്ങോട്ട് ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് ചുട്ടെടുക്കുക. ഇതൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ മക്കളെ വെള്ളയപ്പം പോലെ ഉണ്ടാക്കണം. ഇതേപോലെ അടിച്ചു വെച്ച് തലേദിവസം കള്ള് കൂട്ടണം. കള്ള് കൂട്ടി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് വെള്ളയപ്പം മോഡലാക്കി എടുക്കാമെന്ന് തോന്നുന്നു. കോൾബിഞ്ചേട്ടൻ ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്നുണ്ട്, നോക്കാം. നമുക്ക് പരീക്ഷണമാണല്ലോ എന്തിൻ്റെയും വിജയം. അപ്പം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഒരു വെള്ളയപ്പം മാങ്ങ വെച്ച് ഒരു വെള്ളയപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്ന്. യെല്ലോ അപ്പം എന്ന് പറയും, വെള്ളയപ്പം വെള്ള കളറല്ലേ, ഇത് യെല്ലോ അപ്പം. അപ്പോൾ ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കോൾബിഞ്ചേട്ടൻ്റെ കൂടെ ഇങ്ങോട്ട് പോരുക.